ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷ ഗർഭിണിയാണെന്നറിഞ്ഞ വർഷയ്ക്ക് പിന്നീട് മനസ്സിനൊരു സ്വസ്ഥതയും ഉണ്ടായിട്ടില്ല. കാരണം അച്ചമ്മ കൊടുത്ത ആ സമ്മാനം എന്തെന്നറിയാത്ത ആ വിഷമത്തിലായിരുന്നു ശ്രുതി. കാരണം തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിയതിന് ശേഷം ആ വീട്ടിലെ ഒരു വിവരങ്ങളും അറിയാൻ ശ്രുതിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ആ വിവരം ഭാമയുടെ വായിൽ നിന്ന് തന്നെ അറിയാൻ ശ്രുതി എന്നത്തേതും പോലെ തന്നെ ഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഭാമയപ്പോൾ ശ്രുതിയെ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം എപ്പോഴും ഭാമയെ ശ്രുതി പേടിപ്പിച്ച് നിർത്തുന്നത് തൻ്റെ വീട്ടിൽ അവൾ കെട്ടിത്തൂങ്ങി മരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അതുകൊണ്ടു തന്നെ ശ്രുതിയെ എപ്പോൾ കണ്ടാലും ഭാമയ്ക്കുള്ളിൽ ടെൻഷനായിരിക്കും. നീ ഇപ്പോൾ പിന്നെ എന്തിനാ വന്നത്? ഇനിയും എന്നെക്കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കാനായിരിക്കും അല്ലേ? അല്ല ആൻറ്റി, എനിക്ക് വേറെ ചില കാര്യങ്ങൾ അറിയാനാ, ശ്രുതി ഭാമയോട് പറയുന്നുണ്ട്. അതെന്താണെന്നാവും ഇനി അടുത്ത കാര്യം? ആൻറ്റി, വർഷ ഇപ്പോൾ ഗർഭിണിയാണല്ലോ. അപ്പോൾ അച്ചമ്മ എന്തോ ഒരു സമ്മാനം ഗർഭിണിയാകുന്ന ആൾക്ക് കൊടുക്കുമെന്ന് അന്നേ പറഞ്ഞിരുന്നു. അത് എനിക്കും ശ്രുതിക്കും കിട്ടേണ്ട കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊന്നും പറ്റില്ലല്ലോ. കാരണം ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ ആൻറ്റി എന്നെ പുറത്താക്കിയില്ലേ. പക്ഷേ ഇപ്പോൾ വർഷ ഗർഭിണിയായതുകൊണ്ട് തന്നെ ആ സമ്മാനം ഇപ്പോൾ വർഷയ്ക്ക് അച്ചമ്മ കൊടുത്തിട്ടുണ്ടാവും. അതെന്താണെന്ന് അറിയാനാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതിപ്പോൾ നീ അറിഞ്ഞിട്ട് എന്തിനാണ് വർഷേ? നിനക്കിപ്പോൾ വേറെ എന്തായാലും ആ വീട്ടിലോട്ടൊന്നും കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. പിന്നെ അതെന്ത് സമ്മാനമായാലും നിനക്കെന്താ പ്രശ്നം? ആൻറ്റി, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി താ. അതെന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ചന്ദ്രയോട് ഞാൻ ചോദിക്കാനും പോയിട്ടില്ല. ആൻറ്റി വെറുതെ എന്നോട് നുണൊന്നും പറയാൻ നിൽക്കണ്ട. ആൻറ്റിനോട് അവിടെ ആൻറ്റി എല്ലാം പറയുന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഭാമ ആൻറ്റി നുണയൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ശ്രുതി ഭാമയോട് ചൂടാകുന്നുണ്ട്. എൻ്റെ പൊന്നു ശ്രുതി, എനിക്കറിയില്ല, ഞാൻ കാര്യം തന്നെയാണ് പറയണത്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചന്ദ്രയോട് വിളിച്ച് വേണമെങ്കിൽ ചോദിക്കാം. ആ, അത് നല്ല കാര്യം. ആൻറ്റി എന്തായാലും സ്പീക്കർ ഫോണിലിട്ട് ആൻറ്റീനോട് സംസാരിക്കുക. അപ്പോൾ എനിക്കറിയാൻ കഴിയുമല്ലോ. നീ എന്തായാലും അകത്തേക്ക് വായെന്ന് പറഞ്ഞ് ശ്രുതിയെ അകത്ത് ഹോളിലോട്ട് കയറ്റി ഇരുത്തുന്നുണ്ട് ഭാമ. പിന്നീട് തൻ്റെ ഫോണെടുത്ത് ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കാനൊരുങ്ങുന്നു. ആൻറ്റി, സ്പീക്കർ ഫോൺ ഓണാക്കിയിടാൻ മറക്കല്ലേ. ഭാമ തൻ്റെ ഫോണിൽ സ്പീക്കർ ഓണാക്കി ചന്ദ്രയോട് സംസാരിക്കുന്നുണ്ട്. ഫോൺ എടുത്ത ചന്ദ്ര ഭാമയോട് ചോദിക്കുന്നുണ്ട്. ആ, പറ ഭാമേ, എന്തൊക്കെയുണ്ട് വിശേഷം? പെട്ടെന്ന് നീ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉള്ളപ്പോൾ മാത്രമാണോ ചന്ദ്ര ഞാൻ നിന്നെ വിളിക്കാറ്? അല്ലാതെ ഞാനൊന്നും നിന്നെ വിളിക്കാറൊന്നുമില്ല അല്ലേ? അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല ഭാമേ, നീ കാര്യം പറ. ചന്ദ്രേ, ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. സംശയമോ? എന്ത്? നീ ചോദിക്കടി. വേറൊന്നുമല്ല, അവിടെ അച്ചമ്മ ആദ്യം ഗർഭിണിയാകുന്ന ആൾക്ക് എന്തൊക്കെയോ സമ്മാനം കൊടുക്കണ കാര്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതിപ്പോൾ നിനക്കെങ്ങനെ അറിയാം? അത് പെട്ടെന്ന് ഭാമ ചന്ദ്രയുടെ ആ ചോദ്യം കേട്ടപ്പോൾ ഉരുണ്ടുമറിയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ചന്ദ്രേ, നീ മുന്നൊരിക്കൽ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിനക്കത് ഓർമ്മയില്ലാണ്ട ആണോ? എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ, ഏതായാലും അത് വിട്. ഇപ്പോൾ നീ എന്താ അത് ചോദിക്കാൻ കാരണം? അല്ല, അത് ഞാൻ മറന്നുപോയി ചോദിക്കാൻ. വർഷ ഗർഭിണിയായപ്പോൾ എന്തായാലും അച്ഛമ്മ അത് കൊടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാലോ. അപ്പോൾ അതെന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ, അതാ ഞാൻ നിന്നോട് ചോദിക്കുന്നേ. എൻ്റെ എല്ലാ സ്വപ്നവും ആ പിഴച്ചവൾ കൊണ്ട് നശിപ്പിച്ചില്ലേ. പെട്ടെന്ന് പിഴച്ചവളെന്ന് ചോദിക്കുമ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട്. അതാരാടി അത്? വേറെ ആര്? ആ ശ്രുതി. അവളല്ലേ എൻ്റെ ജീവിതം നശിപ്പിച്ചത്. എൻ്റെ മോൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ടല്ലേ അവൾ ഈ കുടുംബത്തിൽ നിന്ന് പോയത്. എൻ്റെ മോൻ ശ്രുതിക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളാണ് ആ ദുഷ്ടത്തി തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്. അതെന്താ അത്രയ്ക്കും വലിയ സൗഭാഗ്യം? അപ്പോൾ ചെറിയ സമ്മാനമൊന്നുമല്ലല്ലോ. അതേടി ഭാമേ, അത് ചെറിയ സമ്മാനമൊന്നുമല്ല. അച്ചമ്മയുടെ എല്ലാ സ്വത്തും ആ വർഷയ്ക്ക് എഴുതി കൊടുത്തത്. ചന്ദ്രയുടെ വായിൽ നിന്നും ആ സത്യമറിയുന്ന ഭാമയും അടുത്തിരിക്കുന്ന ശ്രുതിയും പെട്ടെന്ന് അന്തം വിട്ട മാതിരിയാണ് നിൽക്കുന്നത്.
കാരണം അച്ചമ്മയ്ക്ക് അത്രയധികം സ്വത്തുക്കളുള്ള ഒരാളാണ്. ആ സ്വത്തുക്കളെല്ലാം വർഷയ്ക്ക് എഴുതി കൊടുത്തതെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അമ്പരക്കുന്നുണ്ട് രണ്ടാളും. ചന്ദ്രേ, നിന്റെ അമ്മായിമ്മയ്ക്ക് ഒരുപാട് സ്വത്തുക്കളുള്ളതല്ലേ? അപ്പോൾ അത് മൊത്തം വർഷയ്ക്ക് എഴുതി കൊടുത്തോ? വർഷയ്ക്കൊന്നുമല്ല, അത് ശ്രീകാന്തിനും വരാനിരിക്കുന്ന കുഞ്ഞിനും കൂടി ഉള്ളതാണ്. പക്ഷേ അത് എൻ്റെ സുതിമോന് കിട്ടിയാൽ നല്ലതായിരുന്നില്ലേ? അതല്ലേ ആ ഒരുത്തി എല്ലാം തൊലച്ചു കളഞ്ഞത്. എൻ്റെ മോന് കണ്ടെത്തിയത് ഒരു പണക്കാരിയായ മരുമകളെയാണെന്ന് ആലോചിച്ച് ഒരുപാട് സന്തോഷിച്ചവളാ ഞാൻ. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാതും ഇല്ലാണ്ടായി. എല്ലാവരുടെ മുന്നിലും ഞാൻ തല ഉയർത്തിപ്പിടിച്ച് നടന്നവളാ ശ്രുതിയുടെ പേര് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവരുടെ മുഖത്തൊക്കെ നോക്കാൻ തന്നെ നാണക്കേടാവുകയാണ്. എല്ലാം ആ ഒറ്റൊരുത്തി കാരണമാണ്. അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നീ ഇപ്പോൾ എന്താ പെട്ടെന്ന് അത് ചോദിച്ചതിനുള്ള കാരണം പറഞ്ഞില്ലല്ലോ? അതൊന്നുമില്ല ചന്ദ്രേ. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്രയോട് ബാക്കി വിശേഷങ്ങളെല്ലാം ചോദിച്ച് ബാമ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. കേട്ടല്ലോ ശ്രുതി, അച്ചമ്മയുടെ സ്വത്തുക്കളെല്ലാം വർഷയ്ക്ക് എഴുതി കൊടുത്തെന്നാ പറയുന്നത്. ഞാൻ കേട്ടു ആൻറ്റി. എൻ്റെ തല കറങ്ങുകയാണ് ഇത് കേട്ടിട്ട്. അത് എനിക്കും എൻ്റെ ശ്രുതിക്കും കിട്ടേണ്ട സ്വത്തുക്കളായിരുന്നു. നിനക്ക് എങ്ങനെ കിട്ടാനാണ് ശ്രുതി? നീ അങ്ങനത്തെ നുണ പറഞ്ഞല്ലേ ആ ചന്ദ്രനെ പറ്റിച്ച് ആ വീട്ടിലോട്ട് കയറി ചെന്നത്? എന്തൊക്കെ പൊങ്ങച്ച വർത്താനങ്ങളാ എന്നോട് പോലും നീ പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ മലേഷ്യയിൽ വലിയൊരു കൊമ്പത്താണെന്നും കുറേ പൈസ ഉണ്ടെന്നും എന്തൊക്കെ നുണകൾ പറഞ്ഞാ നീ ആ ചന്ദ്രയെ വലയിലാക്കിയത്. അതൊക്കെ അവൾ പെട്ടെന്ന് ക്ഷമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നല്ലൊരു മരുമകളാണെങ്കിൽ എന്തിനാ ഇങ്ങനെ നുണ പറഞ്ഞൊക്കെ ആ ചന്ദ്രനെ പറ്റിച്ച് ആ വീട്ടിലോട്ട് കയറി ചെന്നത്? ആൻറ്റിക്കത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരണോ? അവിടെ ആൻറ്റിയുടെ സ്വഭാവം ആൻറ്റിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ആൻറ്റിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ല അത്. ആൻറ്റി പൈസ എവിടെ കണ്ടോ അവിടെ മറിയുന്ന ഒരാളാണെന്ന് ആൻറ്റിക്ക് പ്രത്യേകം അറിയാലോ. ശരിയാ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. പക്ഷേ സുധിയെ കണ്ട് എനിക്ക് സുധിയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് എനിക്ക് സുധിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ ആ വലിയ നുണ പറഞ്ഞത്. പക്ഷേ അത് ഇത്ര വലിയ പുല്ലാപ്പാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ശരി, നിനക്ക് സുധിയെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടല്ലേ നീ അത്രയും വലിയ നുണ പറഞ്ഞ് ചന്ദ്രയെ വലയിലാക്കി സുധിയുടെ ഭാര്യയായി ആ വീട്ടിലോട്ട് കയറി ചെന്നത്? എന്നിട്ട് എപ്പോഴെങ്കിലും നിനക്ക് ആ സത്യം സുധിയോടെങ്കിലും പറയാമായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രയ്ക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നല്ലോ. നിന്റെ കള്ളത്തരങ്ങളെല്ലാം വീട്ടിൽ പിടിച്ചാലും സുധി ഉണ്ടാകുമായിരുന്നില്ലേ നിന്റെ കൂടെ? അത് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചതാ ആൻറ്റി, സുധിയോട് എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന്. പക്ഷേ സുധിയുടെ സ്വഭാവം ആൻറ്റിക്ക് അറിയാലോ. അമ്മ പറയുന്നതിലപ്പുറം സുധി ഒന്നും ചെയ്യില്ല. സുധിയും എൻ്റെ കയ്യിലുള്ള പൈസ കണ്ടിട്ട് തന്നെയാണ് എന്നെ വിവാഹം കഴിച്ചതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അമ്മ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ കല്യാണം കഴിക്കാൻ സുധി സമ്മതിച്ചത്. ഇപ്പോൾ തന്നെ ആൻറ്റി നോക്കി, ഏതെങ്കിലും ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യയെ ഇങ്ങനെ ഇറക്കി വിടോ പൈസയില്ല എന്ന് പേര് പറഞ്ഞ്? പക്ഷേ സുധി കണ്ടില്ലേ അമ്മയുടെ വാക്ക് കേട്ട് എന്നെ ഇറക്കി വിട്ടത്. ആ സുധിയോട് ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത്? അതുകൊണ്ടാ ആ കള്ളത്തരം പിടിക്കാതിരിക്കാൻ വേണ്ടി പിന്നീട് ഒരുപാട് നുണകൾ എനിക്ക് എല്ലാവരോടും പറയേണ്ടി വന്നത്. ഇപ്പോൾ പിന്നെ എന്തായി? ഇപ്പം എല്ലാത്തിനും തീരുമാനമായി കിട്ടിയില്ലേ നിനക്ക്? ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് മാത്രമല്ല സുധിയുടെ മനസ്സിൽ പോലും ഇടമില്ലാതാക്കിയില്ലേ നീ? സുധിയുടെ മനസ്സിൽ എവിടെയൊക്കെയോ ഞാനുണ്ടെന്ന് എനിക്കറിയാം ആൻറ്റി. പക്ഷേ സുധി അമ്മയെ പേടിച്ച അത് മറച്ചു വയ്ക്കുന്നത്. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് സുധി എന്നെ തേടി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ബാമ നൈസായി ശ്രുതിയെ തൻ്റെ വീട്ടിൽ നിന്ന് മടക്കി അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻറ്റി, വർഷയുടെ കുഞ്ഞില്ലാതായി കഴിഞ്ഞാൽ എനിക്കും ശ്രുതിക്കും ജനിക്കുന്ന കുഞ്ഞിനായിരിക്കില്ലേ അച്ചമ്മ തരുന്ന ആ സ്വത്തുക്കൾ? ഞാൻ എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം എന്തായാലും ശ്രുതി എന്നെ തിരിച്ചു വിളിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അച്ചമ്മയുടെ ആ സ്വത്തുക്കളെല്ലാം ഞങ്ങൾക്ക് കിട്ടില്ലേ? വർഷയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനോ? നീ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നതെന്ന് ചോദിച്ച് ബാമ ശ്രുതിക്കു നേരെ ചാടുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെ പറ്റുമെന്നാ നീ പറയുന്നത്?
നിനക്കിപ്പോഴും ദുഷിച്ച മനസ്സൊന്നും മാറ്റാനായില്ലല്ലേ ശ്രുതി? ദുഷിച്ച മനസ്സൊന്നുമല്ല ആൻറ്റി. എനിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറി എൻ്റെ ശ്രുതിക്ക് നല്ലൊരു കുഞ്ഞിനെ എനിക്ക് കൊടുക്കണം. അതിനുവേണ്ടി ആൻറ്റി എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഭാമയ്ക്ക് വല്ലാതെ ടെൻഷനാവുകയാണ്. കാരണം ഇനി ഇവൾ എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ തലക്ക് വല്ലാത്തൊരു പേടിയും വിഷമവും ദേഷ്യവും എല്ലാം തോന്നുന്നുണ്ട്. അവൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ അവൾ മരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇനി എന്തു പുല്ലാപ്പായിരിക്കും ഭാമയോട് ശ്രുതി ചോദിക്കുന്നതെന്നാലോചിച്ച് ഭാമയ്ക്ക് ഇപ്പോഴേ ടെൻഷനായി തുടങ്ങി. എന്തായിരിക്കും ശ്രുതി മനസ്സിൽ കണക്ക് കൂട്ടുന്ന കാര്യങ്ങളെന്ന് വഴിയേ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.